എന്നാൽ ലൂയിസ് 14 അവിടെയും രക്ഷയുണ്ടായിരുന്നു. ആയതിനാൽ 1791 രാജാവ് അതിർത്തിയിലെ നോർമണ്ടിയിലേക്ക് രഹസ്യ പലായനം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ നടന്നില്ല. കാരണം രാജാവിന്റെ പട്ടാളത്തെ മുഴുവനും അപ്പോഴേക്കും ഫ്രഞ്ച് വിപ്ലവകാരികൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ചു. ഫ്രഞ്ച് വിപ്ലവം തുടരുകയാണ്. 1792 ഓഗസ്റ്റ് 10 വിപ്ലവകാരികൾ ട്യൂലറിസ് കൊട്ടാരം വളർന്നു. രാജാവിന്റെ സുരക്ഷ ഏറ്റെടുത്ത സ്വിസ് പട്ടാളം രാജാവിനെ ഫ്രഞ്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവകാരികളുടെ കരുത്തിനു മുൻപിൽ സ്വിസ് പട്ടാളത്തിന് തോറ്റുകൊടുക്കേണ്ടതായി വന്നു. സ്വിസ് പട്ടാളത്തിന്റെ ആയുധവും വെടിക്കോപ്പുകളും തീർന്നു. സ്വിസ് പട്ടാളത്തിന് പിൻവാങ്ങാനും അവരുടെ ബാരക്കുകളിലേക്ക് മടങ്ങി സുരക്ഷിതരാവാനുള്ള ഉത്തരവ് 11-ാം മണിക്കൂറിൽ രാജാവ് ഇറക്കിയെങ്കിലും പട്ടാളക്കാർക്ക് ഒന്നിനും കഴിഞ്ഞില്ല. വിപ്ലവകാരികളുമായുള്ള ഏറ്റുമുട്ടലിൽ നിലവിലെ കണക്കനുസരിച്ച് 760 സ്വിസ് പട്ടാളക്കാരെ വിപ്ലവകാരികൾ നിർദ്ദയം വധിച്ചു കളഞ്ഞു. മരിച്ച സ്വിസ് പട്ടാളക്കാരുടെ എണ്ണം കൂടാനാണ് സാധ്യത. കൊല്ലപ്പെട്ടവർക്ക് ഇന്നും കണക്കില്ലാത്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ ചരിത്രം അടയാളപ്പെടുത്തിയ ഈ മനുഷ്യ കുരുതി ആയിരങ്ങൾ വധിക്കപ്പെട്ടു. ഇത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതമല്ല.